class 12. അപ്പൊ ഇതാ നിങ്ങളുടെ എക്സാം ഒക്കെ ഇങ്ങനെ അടുക്കാറായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒരു 4 മാർക്ക് സെറ്റ് ആക്കി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ? യെസ്, നമ്മുടെ ഇമെയിൽ ആണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേരൊന്നും ഇമെയിലൊന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാൻ വഴിയില്ല. നിങ്ങൾ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആയിട്ടും ആയിരിക്കും അല്ലെ, യൂട്യൂബ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക? ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. ഇതാ ഒരു എക്സാമ്പിളും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. 2023 4 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് നോക്കാം. മാർത്തയുടെ ചാപ്റ്റർ അല്ലെ, ദ ഹവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ചാപ്റ്ററിന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക, അതിന്റെ ആ ഒരു ഫോമാറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? അപ്പൊ ഫോർമൽ ഇമെയിലും ഉണ്ട്, ഇൻഫോർമൽ ഇമെയിലും ഉണ്ട്. വല്ല വ്യത്യാസമൊന്നുമില്ല, ഒക്കത്തിന്റെ ഫോമാറ്റ് ഏകദേശം സെയിം തന്നെയാണ്. ഡിയർ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, സർ അല്ലെങ്കിൽ മാഡം എന്ന് ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഒരു CV ഒക്കെ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു ജോബ് ആവശ്യത്തിനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അഡ്രസ്സ് കൂടെ താഴെ ഒന്ന് ആഡ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്, അല്ലാതെ ഒരുപാട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെയിലിന്റെ ഫോമാറ്റിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഒരു ഫോമാറ്റ്. ഈ ഒരു ഫോമാറ്റ് തന്നെ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ മെജോറിറ്റി മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടന്റ് എഴുതുന്നു അല്ലെങ്കിൽ നമ്മുടെ കോണ്ടന്റ് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നതിനായിരിക്കും ബാക്കി. റെഡി? അപ്പൊ നമ്മുടെ ഇമെയിലിന്റെ ഫോമാറ്റിൽ നമ്മൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രം അഡ്രസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് മെയിൽ എടുത്ത് നോക്കിക്കേ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു മെയിൽ ഒന്ന് എടുത്ത് നോക്കുക. അപ്പൊ ഫ്രം അഡ്രസ് അവിടെ താനേ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഫ്രം അഡ്രസ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ടു അഡ്രസ് നിർബന്ധമാണ്. നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് അവരുടെ മെയിൽ ID. ഇപ്പൊ എക്സാമിനാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ പേര് അറിയില്ല അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്കാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ abc@gmail.com അങ്ങനെ അല്ലെങ്കിൽ xyz@gmail.com എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. റെഡി? അപ്പൊ ഈ CC BCC, ഓക്കെ, CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ വെറുതെ എഴുതി വെച്ചാൽ മതി, അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ മിസ് പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇമെയിൽ റൈറ്റിംഗിന്റെ സെഷൻ വന്നാൽ എപ്പോഴും മിസ് അത് സ്കിപ്പ് ചെയ്യാറായിരുന്നു പതിവ്. കാരണം നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഇമെയിൽ എഴുതുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പിന്നെയാണ് ആ ഒരു സത്യം ഞാൻ റിയലൈസ് ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ ഇമെയിൽ റൈറ്റിംഗ് വളരെ സിമ്പിൾ ആണ്. ഒരു ലെറ്ററിന്റെ ഫോമാറ്റ് തന്നെയാണ്, പക്ഷെ അതിൽ ഈ ഒരു 2ഉം ഈ ഒരു CC BCC എന്നൊക്കെ വെറുതെ എഴുതിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ അടുത്തല്ല, കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. റെഡി? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരെ മെയിൽ ID നമ്മൾ എഴുതാം. ആൻഡ് CC BCC ഈ 2 കോളൻ കേട്ടോ, കോളൻ നിർബന്ധമാണ്. ഈ ഒരു കോളനും ഇടണം കേട്ടോ. കോളൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ 2 കുത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, കോളൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 എന്ന് എഴുതി ആർക്കാണ് മെയിൽ അയക്കുന്നതെന്ന് നമ്മൾ എഴുതണം. CC എന്ന് എഴുതി എന്നിട്ട് ഒന്നും എഴുതണ്ട, അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. BCC എന്ന് എഴുതാം, ബ്ലാങ്ക് ആക്കി ഇടാം. ഇനി ഇത് എഴുതിയിട്ടില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല, പക്ഷെ ഒന്ന് എഴുതി ഇട്ടേക്ക്. അപ്പം ടീച്ചേഴ്സ്, പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് വിചാരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് എല്ലാം അറിയാം, ഇവന് സെറ്റാണ്, പിന്നെ അധികം കോണ്ടന്റ് ഒന്നും വായിച്ചു നോക്കാൻ നിൽക്കില്ല. പക്ഷെ കോണ്ടന്റ് നമ്മൾ സെറ്റാക്കണം, സെറ്റാക്കരുത് എന്നല്ല, എന്നാലും എന്ത് ചെയ്യുക, ഇത് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം. റെഡി? ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും മെയിൽ എഴുതുമ്പോൾ സബ്ജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, ഈ ഒരു ഇമെയിൽ എന്നുള്ള കാര്യം ഭാവിയിൽ നമുക്ക് ഇനിയും യൂസ്ഫുൾ ആവുന്നത്, ഈ ഒരു എക്സാമിൽ തീരുന്ന കാര്യമല്ല, നമുക്കിനി വലിയ വലിയ ജോബിനൊക്കെ പോകുമ്പോഴും ഒക്കെ ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെക്കുക, നമ്മൾ സബ്ജക്റ്റ് എന്ത് ചെയ്യരുത്, എഴുതാതിരിക്കരുത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് കാണുമ്പോഴാണ് നമ്മുടെ മെയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ ആ മെയിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുക അല്ലെ. സോ സബ്ജക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ജക്റ്റ് എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. ആൻഡ് ഡിയർ, ഓക്കെ, ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മെയിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ബോഡി എഴുതണം. ഈ ഡിയർ അല്ലെങ്കിൽ സർ അല്ലെങ്കിൽ മാഡം എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ സല്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യാം. ഓക്കെ, ഡിയർ, ഫ്രണ്ടിന്റെ പേരാണെങ്കിൽ ഫ്രണ്ടിന്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ഇപ്പോൾ സർ മാഡം എന്നൊക്കെ ആണെങ്കിൽ സർ മാഡം എന്ന് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ആൻഡ് ഒരു മെയിൻ ബോഡി,
മെയിൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്ത് ടോപ്പിക് ആണോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിളിന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. When Martha comes to know through the papers that there was something wrong with the bank and she decides to withdraw her deposits, and imagine she sends an email to the manager to fix the nearest date for the withdrawal of her deposits and stating the reason for the withdrawal. Draft the email. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? മാർത്ത അറിയാണ്, പേപ്പറിലൂടെയൊക്കെ മാർത്ത അറിയാണ് അല്ലെ, ബാങ്കിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അല്ലെ, ബാങ്കുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, പൈസയൊക്കെ പോവാനുള്ള എന്തോ ഒരു ചതി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഷീ ഡിസൈഡ്സ് ടു വിഡ്രോ ഹെർ ഡെപ്പോസിറ്റ്സ്. അതുകൊണ്ട് നമ്മുടെ മാർത്ത എന്ത് ചെയ്യാണ്, അവളുടെ ഡെപ്പോസിറ്റ്സ് ഒക്കെ, ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവളുടെ നിക്ഷേപങ്ങൾ എന്നുവെച്ചാൽ അവള് ഇട്ടിട്ടുള്ള ആ ഒരു പൈസ, ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു പൈസക്ക് എന്താണ് അവള് വിഡ്രോ ചെയ്യാണ്. വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പിൻവലിക്കുക. ഓക്കെ, അവള് പിൻവലിക്കുകയാണ്, അവള് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. സോ ഇമാജിൻ ഷീ സെൻഡ്സ് ആൻ ഇമെയിൽ ടു ദ മാനേജർ. അപ്പൊ നമ്മുടെ മാർത്ത എന്ത് തീരുമാനിക്കുകയാണ്, ആ ഒരു ക്യാഷ് വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ, ഏറ്റവും അടുത്ത് എനിക്ക് എന്നാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക എൻ്റെ ക്യാഷ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജറിന് മാർത്ത ഒരു മെയിൽ അയക്കുകയാണ്. സോ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ മെയിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മെയിൻ ടോപ്പിക് ഇവിടെ എന്താണ്, അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മുടെ മെയിൻ ബോഡി ഇവിടെ എന്താണ്, നമ്മുടെ മാർത്തയ്ക്ക് എന്ത് ചെയ്യണം, ക്യാഷ് വിഡ്രോ ചെയ്യണം അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പൊ എന്താണോ ആ ഒരു ടോപ്പിക് അതന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിലിൽ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ ഇനി ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചോദിക്കാം അല്ലെ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അടിപൊളിയായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ, സുഖല്ലേ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തട്ടിവിടാം. ഓക്കെ, നമുക്ക് കുറേ അങ്ങോട്ട് എഴുതാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഫോർമൽ ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ മെയിൻ ബോഡിയിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്, എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അതിൽ എന്താണോ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് നമ്മൾ ഈ ഒരു മെയിൻ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം, കൺക്ലൂഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മെയിൽ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുന്നു, ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു കൺക്ലൂഷൻ ആഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ലെറ്ററിന്റെ അതേ ഫോമാറ്റ് തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ വിത്ത് വാം റിഗാർഡ്സ് അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു മെയിൽ ക്ലോസ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ നെയിം കൂടി എഴുതാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിലിന്റെ ഫോമാറ്റ്. ഓക്കെ, ആൻഡ് മെയിലിന്റെ ഫോമാറ്റിൽ മിസ് പറഞ്ഞു, ഫോർമൽ ആകുമ്പോൾ എന്ത് ചെയ്യണം, വേണമെങ്കിൽ അഡ്രസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഒക്കെ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് നെസസറി ടു അഡ്രസ്സ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിലുള്ള ആകെ ഒരു ഡിഫറൻസ് എന്താ, സർ അല്ലെങ്കിൽ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ബാക്കി എല്ലാ ഫോമാറ്റും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം അല്ലെ. റെഡി? അപ്പൊ abc@gmail.com. ഇപ്പൊ മാനേജറിന്റെ മെയിൽ ഐ ഡി നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു abc@gmail.com എന്ന് കൊടുത്തു. CC അല്ലെങ്കിൽ BCC എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടു അല്ലെ, കോളൻ ഇട്ടു. ആൻഡ് സബ്ജക്ട് എഴുതി അർജന്റ് റിക്വസ്റ്റ് ഫോർ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ്സ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്, ഒരു അർജന്റ് റിക്വസ്റ്റ് ആണ് അല്ലെ, പെട്ടെന്നുള്ള റിക്വസ്റ്റ് ആണ്. ഫോർ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ്സ്, എൻ്റെ ഡെപ്പോസിറ്റ്സ്, എൻ്റെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒരു അർജന്റ് ആയിട്ട് ഞാൻ നൽകുന്ന ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു മെയിലുള്ളത്. ആൻഡ് സർ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ദ വിഡ്രോവൽ ഓഫ് ഓൾ മൈ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, റെഡി? ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ദ വിഡ്രോവൽ ഓഫ് ഓൾ മൈ ഡെപ്പോസിറ്റ്സ് ഫ്രം ദ ബാങ്ക്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ഡെപ്പോസിറ്റ്സ്, ബാങ്കിൽ നിന്നും എൻ്റെ ഡെപ്പോസിറ്റ്സ് ഒക്കെ വിഡ്രോ ചെയ്യാൻ, പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിൽ, അതിന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെയിൽ ഞാൻ എഴുതുന്നത്. സോ റീസെൻ്റ്ലി ഐ കെയിം അക്രോസ് സം അലാമിംഗ് റിപ്പോർട്ട്സ് ഇൻ ദ ന്യൂസ് റിഗാർഡിംഗ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വിത്ത് ബാങ്ക്സ് ഓപ്പറേഷൻ. അപ്പൊ ഈ ഇടയായിട്ട്, റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഈയിടെ, അപ്പൊ ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ ഈയിടെ ഞാൻ എന്ത് ചെയ്തു, ഐ കെയിം അക്രോസ് സം അലാമിംഗ് റിപ്പോർട്ട്സ് ഇൻ ദ
ന്യൂസ് അല്ലേ, ഞാൻ പത്രവാർത്തയിൽ ഒരു അലാമിങ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു റിപ്പോർട്ട് കണ്ടു. എന്തിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടാണ്? റിഗാർഡിങ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വിത്ത് ദ ബാങ്ക്സ് ഓപ്പറേഷൻ. ബാങ്കിന്റെ ഓപ്പറേഷൻസിൽ, ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ചില നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബാങ്കിന്റെ ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഇഷ്യൂസ് അല്ലെ, സാധ്യതയുള്ള ആ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ന്യൂസിൽ വായിച്ചു. So while I trust the bank, I believe it is important to take precautionary measures. Okay, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബാങ്കിൽ വിശ്വാസമൊക്കെ ഉണ്ട്, ബട്ട് ഐ ബിലീവ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് പ്രിക്കോഷണറി മെഷേഴ്സ്. ഓക്കെ, പ്രിക്കോഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകരുതൽ അല്ലേ. പ്രിക്കോഷണറി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻകരുതൽ. അപ്പം മുൻകരുതൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഞാൻ എൻ്റെ പൈസ അല്ലെങ്കിൽ എൻ്റെ ഡെപ്പോസിറ്റ്സ് ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ ക്യാൻ യു ഹെൽപ്പ് മീ സ്കെഡ്യൂൾ ദ ഏർലിയസ്റ്റ് പോസിബിൾ ഡേ ടു വിഡ്രോ മൈ ഫണ്ട്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. സ്കെഡ്യൂൾ ഒക്കെ വായിക്കൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഇത് തരാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്ക് ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ പിൻവലിക്കുക എന്നുള്ളത് അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് തരാൻ പറ്റുമോ? സോ ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ക്വിക്ക് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് ഓൺ ഹൗ ടു വിഡ്രോ മണി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ അല്ലേ, ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ ആവുക. ഓക്കെ, താങ്ക്ഫുൾ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താങ്ക്ഫുൾ ആവുന്നതിനെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പെട്ടെന്നുള്ള ആ ഒരു അഡ്വൈസ്, ഒരു ഉപദേശമൊക്കെ തരാണ് എങ്ങനെയാണ് പൈസ പിൻവലിക്കേണ്ടത് ആൻഡ് പെട്ടെന്നൊരു ഡേറ്റ് ഒക്കെ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും നിങ്ങളോട്. ആൻഡ് താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ റിപ്ലൈ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പിന് നന്ദി ഉണ്ടാകും. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ റിപ്ലൈ. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസൽ വെർബാണ് അല്ലേ. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് എന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബെസ്റ്റ് റിഗാർഡ്സ് മാതാ ബാൽവിൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെയിൽ ID എഴുതേണ്ടത്. അപ്പം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ച് പോവുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ റിസീവറിൻ്റെ മെയിൽ ID, ആർക്കാണോ നമ്മൾ മെയിൽ അയക്കുന്നത് അവരെ മെയിൽ ID കൊടുക്കുക. ആൻഡ് മെസ്സേജ് അല്ലെങ്കിൽ മാറ്റർ ഏതാണെന്ന് എഴുതുക അല്ലേ. ആദ്യം നമ്മുടെ സബ്ജക്റ്റ് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളത് കൊടുക്കുക. ആൻഡ് ഗ്രീറ്റ് ചെയ്യുക. സർ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ പാരഗ്രാഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക ആൻഡ് നെസസറി ഡീറ്റെയിൽസ്, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൊടുക്കുക. ആൻഡ് ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഇമെയിൽ സെറ്റായി, റെഡി. അപ്പം ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.